ورحمة الله وبركاته. إن الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين، نبينا وحبيبنا وهادينا ومرشدنا محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ സർവാദിനാഥനായ അല്ലാഹുവിനെ ജീവിതത്തിൽ പരിപൂർണമായും ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമ്പാവൂർ മണ്ഡലം നടത്തുന്ന ഈ ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കാനും എനിക്കധികമൊന്നും പരിചയമില്ലാത്ത കുറേ മുഖങ്ങളെ ഒരുമിച്ച് കാണാനും ഒക്കെ അവസരം നൽകിയതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. കുടുംബത്തിന് തണലാവുക എന്നതാണ് ആ വിഷയത്തെ അടിസ്ഥാനമാക്കി നാം ഓരോരുത്തരും പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ ഉള്ളവൻ എണീറ്റ് നിന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരർത്ഥത്തിൽ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെയുള്ള മാതാപിതാക്കളൊക്കെ ഒത്തൊരുമിച്ചിട്ടുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഈ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമേ, അല്ലെങ്കിൽ വളരെ ആലോചിച്ച് മാത്രമേ നമുക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. നമുക്ക് നല്ലൊരു വീടുണ്ട്, പക്ഷെ ആ വീട്ടിൽ സമാധാനത്തോടു കൂടിയാണോ നീ താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല. അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യം കൊണ്ട് നല്ലൊരു വാഹനം നമ്മൾ വാങ്ങിച്ചു. ആ വാഹനത്തിന്റെ ഉള്ളിലുള്ള നിന്റെ യാത്ര എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അതും ഈ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് ശരിക്കും ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത്, സഹോദരങ്ങളെ, നമുക്ക് എവിടൊക്കെയോ ചില പാളിച്ചകൾ സംഭവിച്ചു എന്നതിന്റെ തെളിവാണ്. അതുപോലെ ഒന്ന് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബമില്ലാത്ത ആരും എൻ്റെ മുമ്പിലില്ല. പക്ഷെ ആ കുടുംബത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഖുർആനും ഹദീസും ഒക്കെ പറയുന്ന കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക്, അങ്ങനത്തെ ക്യാപ്ഷനിൽ തന്നെ കുറെ പ്രസംഗങ്ങളുണ്ട്. മനസ്സിലായി? കുടുംബത്തോടെ സ്വർഗത്തിലേക്ക്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കൂട്ടി സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു ആത്മാർത്ഥമായ ആഗ്രഹമാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം പല കുടുംബങ്ങളിലും സന്തോഷം എന്നുള്ളത് അപ്രാപ്യമായ, അസാധ്യമായ, കിട്ടാക്കനി എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആദർശത്തിന്റെ വക്താക്കളാണ്.
നമ്മൾ തൗഹീദിന്റെ കണ്ട കോടാലികളാണ്, ശിർക്കിന്റെ എതിരാളികളാണ്, പ്രാർത്ഥന റബ്ബിനോട് മാത്രം എന്ന പ്രമേയത്തിൽ നിരവധി പ്രൗഢോജ്വലമായ സമ്മേളനങ്ങൾ നടത്തിയ അതിന്റെ വക്താക്കളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കുടുംബമെന്ന ഒരു ചെറിയ സ്ഥാപനത്തിന്റെ മുന്നിൽ നമ്മൾ കാലിടറി വീഴുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ചില ആളുകൾക്ക്, ചില ഉമ്മമാർക്ക് അല്ലെങ്കിൽ ചില ഭാര്യമാർക്കുള്ള സങ്കടം എന്ന് പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചാണ്. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുറിച്ചാണ് സങ്കടം. ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ നല്ല വഴിക്ക് സഞ്ചരിക്കുന്ന കുടുംബങ്ങളിൽ മക്കളെ കുറിച്ചാണ് വേദന. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിരവധി ഉത്തരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ് അവന്റെ കുടുംബം എന്ന് പറയുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ 2 തരം കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, സ്വന്തം കുടുംബത്തെ കുരുതി കൊടുക്കുന്ന, നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കുരുതി കൊടുക്കുന്ന ഒരു കുടുംബനാഥന്റെ ചിത്രം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ അല്ലാഹു പറയുന്നുണ്ട്. നിങ്ങൾ ഓതുന്ന ആയത്താണ് യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. കുറ്റവാളികൾ പരലോകത്ത് നരകത്തെ കാണുന്ന സന്ദർഭത്തിൽ, നരകത്തിന്റെ ആളാണ് താനെന്ന് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് വിലപിക്കുന്ന ചില രംഗങ്ങളാണ് അല്ലാഹു പറയുന്നത്. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി എന്നാണ്. മക്കളെ കൊടുത്തിട്ട്, സന്താനങ്ങളെ പകരം കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാണ്. വസാഹിബതിഹി വഅഖീ, ഭാര്യയെ പകരം കൊടുത്തിട്ട് തന്റെ തടി സലാമത്താക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ദിവസമാണ്. വഅഖീ, തന്റെ സഹോദരങ്ങളെ പകരം കൊടുത്തിട്ടെങ്കിലും തനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് മനുഷ്യൻ വ്യാമോഹിക്കുന്ന ദിവസമാണ്. വഫസീലതിഹി അല്ലതി തുവീ, ദുനിയാവിൽ തനിക്ക് ആശ്രയവും തനിക്ക് അവലംബവുമായി നിന്ന തന്റെ കുടുംബങ്ങളെ ഓരോരുത്തരെയും പടച്ച റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കി നരകത്തിൽ നിന്നും തന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമെന്നാണ്, അല്ലെങ്കിൽ വ്യാമോഹിക്കുമെന്നാണ്. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ദുനിയാവിലുള്ള സർവ്വ മനുഷ്യരെയും തനിക്ക് പകരമായിട്ട് പടച്ച റബ്ബ് എടുത്തിട്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമോ എന്ന് വ്യാമോഹിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ കുടുംബത്തെ തുലച്ചു കളയുന്ന ഒരു വ്യക്തിയുടെ, കുടുംബത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിക്കൊണ്ടും തന്റെ തടി സലാമത്താക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ, അതേസമയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പറഞ്ഞ വ്യക്തികൾ നടത്തുന്നത് പോലെയുള്ള ആഗ്രഹങ്ങളല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമ്മോട് ഇങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ച ആളുകൾ, അവർ സ്വർഗത്തിന്റെ ഏറ്റവും സന്തോഷകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ അവർക്ക് അവസരമുണ്ട്. മാത്രമല്ല നരകത്തിൽ നിന്നുള്ള രക്ഷയും അവർക്കുണ്ടാകും. അല്ലാഹു പറയുകയാണ് ആരാണവർ. 2 വചനങ്ങൾക്ക് ശേഷം അല്ലാഹു പറയുന്നു, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് ആ വിശ്വാസത്തിൽ തങ്ങളുടെ കുടുംബങ്ങൾ ഒപ്പം ചേർന്നവരാരൊക്കെയുണ്ടോ ആ ആളുകളെ അല്ലാഹു അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ മക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അല്ലാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ്.
മാത്രവുമല്ല സ്വർഗത്തിന്റെ കായ്കനികളിൽ അള്ളാഹു അവർക്ക് ഭക്ഷിക്കാൻ അവസരം കൊടുക്കുന്നതാണ്. അവിടുത്തെ പാനീയങ്ങൾ അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. അവിടെ ആക്ഷേപങ്ങളില്ല, അവിടെ പൊളിവാക്കുകളില്ല, അവിടെ സംസാരങ്ങളിൽ ദുഷിച്ച് സംസാരിക്കുന്ന പ്രകൃതമില്ല. വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അവരങ്ങനെ സ്വർഗത്തിന്റെ ആ ഉന്നതമായിട്ടുള്ള അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് സന്തോഷത്തോടെ മതിമറന്ന് ജീവിക്കുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്ന ഒരു സംസാരവും അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അവർ പരസ്പരം സംസാരിക്കുന്നതാണ്. എന്താണ് അവർ സംസാരിക്കുന്നത്? ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. മുമ്പ് ദുനിയാവിൽ നമ്മൾ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും നമ്മൾ ഭയഭക്തിയുള്ളവരായിരുന്നു, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അതിനാൽ രോഗകൂപങ്ങളിലേക്ക് ശിക്ഷ ഇറങ്ങിച്ചെല്ലുന്ന ഈ പരലോക നാളിൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയതാണ് എന്നിങ്ങനെ പരസ്പരം അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ, അള്ളാഹു അവർക്ക് നൽകിയ ആ ഒരു സാഹചര്യത്തെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് അവർ പറയുന്നൊരു രംഗം ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ശേഷം അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. മുമ്പ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചവരായിരുന്നു, അതിനാൽ തന്നെ അല്ലാഹു അവൻ ഏറ്റവും പുണ്യം ചെയ്യുന്നവനാണ്, കരുണ ചൊരിയുന്നവനാണ്, ആ കാരുണ്യമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് എന്നിങ്ങനെ അവർ കുടുംബത്തോടൊപ്പം ഇരുന്ന് പരസ്പരം അയവിറക്കി സംസാരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. രണ്ട് കുടുംബങ്ങളെയാണ് അള്ളാഹു പരിചയപ്പെടുത്തി തന്നത്. ഒന്ന്, പരലോകത്ത് ചെന്നാലും കുടുംബത്തെ കൈയൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി. രണ്ട്, സ്വർഗത്തിൽ കുടുംബാംഗങ്ങൾ പരസ്പരം ഭാര്യയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ അള്ളാഹ് തന്ന നിഅമത്തുകളെ കുറിച്ച് പരസ്പരം അയവിറക്കുന്ന ആളുകൾ. ഇതിലേതിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് ചോയ്സ് ഒന്നുമില്ല. രണ്ടാമത് പറഞ്ഞ സൂറത്തു തൂറിൽ അള്ളാഹു പരിചയപ്പെടുത്തിയ കുടുംബത്തോടൊപ്പമായിരിക്കണം നമുക്കുള്ള സ്ഥാനം. അതിനെന്തു വേണമെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, നാം കുടുംബത്തെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ മറുപടി. പരിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ: യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വാസികളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഖൂ അൻഫുസകും വഅഹ്ലീകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഏതിൽ നിന്ന് രക്ഷപ്പെടുത്തണം? നാറ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനമായി പടച്ചുറപ്പ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് മനുഷ്യരെയും പാറകളെയുമാണ്, അല്ലെങ്കിൽ കല്ലുകളെയുമാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള വസ്തുക്കളെ, മനുഷ്യരെ അടക്കം ഇന്ധനമാക്കി വെച്ചിട്ടുള്ള നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരുന്നത് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, കുടുംബ സംവിധാനങ്ങളെ തന്നെ ശിഥിലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതികൾ അരങ്ങുവാഴുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് എന്നതാണ് ഇപ്പോഴത്തെ ചിന്താഗതി. അതുകൊണ്ട് പുതിയ ജനറേഷനിടയിൽ പോലും, വളർന്നു വരുന്ന തലമുറകൾക്കിടയിൽ കല്യാണം കഴിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധത്തോടു കൂടി ജീവിക്കുക, ഒഫീഷ്യലായിട്ട് ഔപചാരികമായ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ഏർപ്പാടാണ്. അത്തരം ചിന്താഗതികളിലേക്ക് യുവതലമുറയെ, പുതിയ തലമുറയെ ഇന്നത്തെ ലിബറൽ ചിന്താഗതികൾ കൊണ്ടെത്തിച്ചതിന്റെ പരിണിത ഫലമാണ് സഹോദരങ്ങളെ അറേഞ്ച്ഡ്, പിന്നെ ഒരുമിച്ച് താമസിക്കുക, അങ്ങനെയാണ് പുതിയ പുതിയ പേരുകളാണ്. ഒരുമിച്ച് താമസിക്കുന്നതിനൊരു പേരിട്ടു. ആ പേരിലൂടെ
ഇഷ്ടമുള്ള കാലം അത്രയും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ട് എപ്പോഴാണോ പിരിയേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ പിരിയുകയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം വാർത്തകൾ ധാരാളമായി കേൾക്കുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, ഔപചാരികമായി വിവാഹം കഴിച്ച കുടുംബങ്ങൾ പോലും വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഭാര്യയും മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയതിനു ശേഷം പിരിയാൻ വേണ്ടി കാത്തിരിക്കുന്ന വാർത്തകളാണ്. സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ഇത് ധാരാളമുണ്ട്. ഇത്തരം ചിന്താഗതികൾ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല്, അടുത്ത സമയങ്ങളിൽ വിവാഹം കഴിച്ച പല പെൺകുട്ടികളും പല ആൺകുട്ടികളും വിവാഹമോചനത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, മൗലവി അല്ലേ? അതെ. ഈ ത്വലാഖിന്റെ വിധി എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അത് ഒരുമിച്ച് ചൊല്ലണോ? അങ്ങനെയാവുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഉസ്താദെ, മൗലവി, ഈ ഫസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, ഫസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുൽഅ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഭർത്താവിനെ ഒഴിവാക്കാൻ പറ്റുക എന്നൊക്കെയുള്ള വിധികളാണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വിവാഹബന്ധത്തിന്റെ ഒരു പവിത്രത നേരത്തെ പറഞ്ഞ ഈ ലിബറൽ ചിന്താഗതികളുടെ കടന്നുകയറ്റത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കുടുംബം എന്ന് പറയുന്നത് അത് അർത്ഥപൂർണമാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ആദർശ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ആദർശ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് കുടുംബ ജീവിതത്തിന്റെ ഭദ്രത അത്യാവശ്യമാണ്. നേരം വെളുത്ത് അതിരാവിലെ, എനിക്കറിയാം, എന്റെ 2-3 സുഹൃത്തുക്കൾ രാവിലെ 3:30ക്കാണ് അവർ എണീറ്റ് ജോലിക്ക് പോകുന്നത്. അങ്ങാടിയിൽ മാർക്കറ്റിൽ പോയി തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വണ്ടിയിൽ വരുന്ന പച്ചക്കറികൾ പിന്നെ ഹൈവേ സൈഡുകളിൽ നിർത്തി തങ്ങളുടെ വണ്ടികളിലേക്ക് അത് അൺലോഡ് ചെയ്ത് അങ്ങനെ ആ സാധനങ്ങളുമായിട്ട് കടകൾ തോറും നടന്ന് ലിസ്റ്റ് എടുത്ത് അവർക്കൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും 10-12 മണിയാവും. ഉച്ച സമയത്ത് അതിരാവിലെ തുടങ്ങുന്ന വർക്കായിരിക്കും. പിന്നീട് അതിന്റെ പേരിൽ അതിന്റെ കളക്ഷനും മറ്റുമൊക്കെ ആയിട്ട് വീണ്ടും അതേകം പറഞ്ഞ് ഇറങ്ങി നടക്കണം. രാത്രി ആയാലും ഈ വർക്ക് കഴിയില്ല. പിറ്റേന്ന് രാവിലെ 3:30ക്കും 4 മണിക്കും ഒക്കെ എണീറ്റ് വീണ്ടും പോകണം. എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ: ഭാര്യയും മക്കളും പട്ടിണിയാവരുത്, കുടുംബം സമൂഹത്തിന്റെ മുന്നിൽ കൈനീട്ടുന്നൊരവസ്ഥയുണ്ടാകരുത്, കേറിക്കിടക്കാൻ അന്തസ്സാർന്നൊരു വീട് വേണം. ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ കൈയഴിച്ചുകൊണ്ടുള്ള ഏത് അധ്വാനവും സഹോദരങ്ങളെ കുടുംബത്തെ മറികടന്നുകൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട്, എന്റെ സഹോദരങ്ങളോട് പറയാണ്, ഒരിക്കലും അത് നല്ലതല്ല. മനസ്സിലായില്ലേ? കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്താഗതി, അതിന് ഗൾഫ് നാട്ടിൽ പോയത് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പോലും അത് പടച്ചുറപ്പിന്റെ മുമ്പിൽ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് പടച്ചുറപ്പ് നൽകിയിട്ടുണ്ട്. ആ റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏകിയിട്ടുണ്ട്. എങ്ങനെയാ പടച്ചുറപ്പ് നിങ്ങൾക്ക് ആ റിസ്ഖ് ഏകിയിട്ടുള്ളതെന്ന് അറിയുമോ? ലയത്ലുബുൽ അബ്ദ അക്സറ മിമ്മാ യത്ലുബുഹു അജലുഹു എന്നാണ്. ഒരു മനുഷ്യന് മരണം എത്തുമെന്നുള്ളത് സുനിശ്ചിതമാണല്ലോ, സംശയമില്ലല്ലോ. ഏത് സമയത്താണ്, ഏത് മിനിറ്റിലാണ്, ഏത് സെക്കൻഡിലാണ് എന്നുള്ളത് പടച്ചുറപ്പ് കുറിച്ചു വെച്ചിരിക്കുകയല്ലേ. അതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് റിസ്ഖ് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? മരണം എത്ര നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ മരണം എത്ര വേഗത്തിൽ നമ്മളിലേക്ക് കടന്നു വരും, അതിനുവേണ്ടി തേടിപ്പോകേണ്ട ആവശ്യമില്ല എന്നത് നമുക്കറിയാം. അതുപോലെയാണ് റിസ്ഖിന്റെ കാര്യവും. അതിനേക്കാളും പടച്ച റബ്ബ് ഏറ്റവും കൂടുതൽ കണക്കാക്കി വെച്ചിരിക്കുന്നത് റിസ്ഖിന്റെ കാര്യമാണ്. ഇന്ന് രാവിലെ നാസ്ത ഞാൻ എവിടുന്ന് കഴിക്കണം എന്നുള്ളത് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഞാൻ ഇന്ന് ചായ കുടിക്കേണ്ടത് എവിടെ വെച്ചാണ്, അത് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. അത് ഏത് ഗ്ലാസ്സിലാ കുടിക്കേണ്ടത്, ഏത് വീട്ടിലാ കുടിക്കേണ്ടത് എന്നും എന്റെ ഭാര്യ എനിക്ക് കൊണ്ടുതരുന്ന ആ പതിവ് കൈകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എനിക്ക് ആരാ ചായ കൊണ്ടുവരുന്നത്, അത് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. ഏതുപോലെ മരണത്തെ പടച്ച റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചതുപോലെ എന്നാണ്. അങ്ങനെയൊക്കെ പടച്ച റബ്ബ് റിസ്ഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ റിസ്ഖിന് വേണ്ടിയിട്ട് കുടുംബത്തെ മറന്ന് നെട്ടോട്ടം ഓടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ലേ? അവരെ കുറിച്ച് എന്താണ് സഹോദരങ്ങളെ പറയുക? അധ്വാനിക്കണ്ട എന്നല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തെ മറന്നുകൊണ്ടുള്ള ഏതൊരു ഓട്ടവും അത് നല്ലതല്ല. പല കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങളുണ്ട്.
അസ്വാരസ്യങ്ങളുണ്ട്. നമുക്ക് പറയാൻ 100 കാരണങ്ങളുണ്ട്. ഞാൻ ആർക്ക് വേണ്ടിയായി ഓടുന്നത്, ഞാൻ ആർക്ക് വേണ്ടി ഈ വെയിൽ കൊള്ളുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാ കറുത്ത് കരുവാളിച്ചിരിക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കണ്ട പാടുപെടുന്നത് എന്നൊക്കെ പറയാൻ നമുക്ക് ന്യായങ്ങളുണ്ട്. പക്ഷേ നിന്റെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ഭാര്യയുടെ സംസാരം കേൾക്കാൻ, നിന്റെ മക്കളുടെ കൂടെ ഇരുന്ന് അവരെ സ്വാന്തനിപ്പിക്കാൻ, അതിനും കൂടിയാണ് പാപ്പ എന്ന റോളും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നീ അവർക്ക് ചെലവിന് കൊടുത്തോ എന്നത് മാത്രമല്ല, പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യമായി ഉയർന്നു വരിക. പിന്നെയോ നീ നിന്റെ കുടുംബത്തിന് എത്ര സമയം ചെലവഴിച്ചു, അവരുടെ കാര്യങ്ങൾ നീ എത്ര കേട്ടു എന്നത് സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, സഹോദരങ്ങളെ നമ്മൾ അറിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാതികളായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. ഒരുപാട് തൗഹീദുള്ള കുടുംബങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന പ്രശ്നങ്ങൾ കേട്ടിട്ട് നെഞ്ചുലയുന്ന അത്രമാത്രം വേദനയുള്ള ഒരു അവസ്ഥ സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ദായിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാതികളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. പല കുടുംബങ്ങളിൽ ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. എന്തേ കാരണം? ഈ വീട്ടിലുള്ള കുടുംബനാഥന്റെ മോശമായ പെരുമാറ്റം ഒരു പ്രസ്ഥാനത്തെയും, ഒരു സംഘടനയും, ഒരു ആദർശ കൂട്ടായ്മയും വരെ തെറ്റിദ്ധരിക്കാൻ ആ വീട്ടിലെ ഭാര്യയും മക്കളും അടക്കമുള്ള ആളുകൾ ആ രൂപത്തിലാണ് കാണുന്നത്. താടി വെച്ചവരെ കണ്ടാലൊക്കെ തന്നെ വീട്ടിലുള്ള കെട്ടിയവന്റെ ഓർമ്മയാണ് അവർക്ക് വരിക. ഇവന്മാരെല്ലാം ഒരു ടൈപ്പ് സാധനങ്ങളാണ്, ഇവരെല്ലാം ഒരേ ചിന്താഗതിക്കാരാണ്, നിന്റെ അടുത്ത് പെരുമാറുന്നത് പോലെ ആയിരിക്കുമല്ലോ ഇവരൊക്കെ വീടുകളിൽ പോയി പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്ന സഹോദരിമാരുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട്, മക്കളോട് എത്രമാത്രം മൃദുവായി സംസാരിച്ചോ, പെരുമാറിയോ, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. പിന്നെന്തിന് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ് എന്ന് പറഞ്ഞു നടക്കണം? നിങ്ങൾ ആലോചിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെയുള്ള സംസാരങ്ങൾ എവിടെ കേൾക്കുന്നറിയോ? സമയമുണ്ടെങ്കിൽ വല്ല നിക്കാഹ് ഖുതുബയിലും ചിലപ്പോൾ കേട്ടെന്ന് വരും. ഇപ്പൊ നിക്കാഹ് ഖുതുബയിലും ഇതൊന്നും കേൾക്കാറില്ല, കാരണം സമയമില്ല. കേറുമ്പോൾ തന്നെ പറയും 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സമയം തന്ന് ആ ടൈം ബോണ്ടിനുള്ളിൽ സംസാരിച്ച് ഒതുക്കി തീർത്ത് ചടങ്ങം കഴിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് നിക്കാഹ് നടത്തുന്നവർ പോലും ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊന്നും എവിടുന്ന് കേൾക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ഞങ്ങളുടെ ഭർത്താവ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമായിരുന്നു, അടുക്കള കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു, സ്വന്തമായിട്ട് ആ വസ്ത്രങ്ങൾ അലക്കുമായിരുന്നു, വസ്ത്രങ്ങൾ കീറിയാൽ അത് തുന്നിപ്പിടിപ്പിക്കുമായിരുന്നു, എന്നിട്ട് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവിടുന്ന് പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ്. നമുക്ക് കുടുംബത്തെ കുറിച്ച് പറയാൻ പരാതികളുണ്ട്. അവർ കുറെ അനുസരണക്കേട് കാണിക്കുന്നു. ഞാൻ ഇല്ലാത്ത നേരം നോക്കി അവർ അനിസ്ലാമികതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ TV കാണുന്നു, അവർ സിനിമ കാണുന്നു, അവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പരാതികളുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ഈ TV കാണുന്ന ആ ഒരു പ്രകൃതത്തിന് പകരം, അതല്ലെങ്കിൽ അവർ നമ്മളുടെ ഒക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മറ്റിടങ്ങളിലൊക്കെ മക്കളൊക്കെ പോകുന്ന അത്തരത്തിലുള്ള ഒരു രീതിക്ക് പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ ഒരു സംവിധാനം ഉണ്ടോ? ഉണ്ട്. ആ സംവിധാനം ആരും എടുക്കുന്നില്ല. എന്താണത്? നമ്മുടെ കുട്ടികൾ, ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ, അവർ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് പല സ്ഥലങ്ങളും സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ല ഒരു ഹലാലായ ഒരു യാത്രയാണെങ്കിൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ എന്താ നമുക്ക് തടസ്സം? സ്കൂളിൽ നിന്ന് ടൂറിന്റെ പേരിൽ 4-5 ദിവസങ്ങളൊക്കെ വിട്ടുനിന്ന്, മാതാപിതാക്കളുമായി വിട്ടുനിന്ന്, അങ്ങനെ കൗമാരക്കാര് നടത്തുന്ന അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നമ്മുടെ മക്കൾ സ്വാഭാവികമായും പോകാൻ ആഗ്രഹിക്കുമ്പോൾ പോകരുതെന്ന് പറയാനേ നമുക്ക് കഴിയൂ, തടസ്സം പിടിക്കാനേ നമുക്ക് കഴിയൂ. പക്ഷേ അതിന് ഒരു ബദൽ സംവിധാനം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മക്കളെ, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ഉമ്മയും ബാപ്പയും മക്കളും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവിടെ നിന്ന് പോയി നിന്റെ ആഗ്രഹം സാധിപ്പിക്കാം എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്താൻ നമ്മളുണ്ടോ? അങ്ങനെ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമാണ് സഹോദരങ്ങളെ നമുക്കവിടെ വിജയിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് പരാതികൾ പിന്നെയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനിസ്ലാമികതകൾ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ദയ്യൂത്ത് എന്ന് പറയുന്ന
അഥവാ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന പേരിൽ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒരാളെ കുറിച്ച് ഹദീസിൽ വന്നൊരു പരാമർശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 കൂട്ടർക്ക് സ്വർഗം നിഷിദ്ധമാണ്. 3 കൂട്ടർക്ക് സ്വർഗം നിഷിദ്ധമാണ്. അതിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞു, മുദ്മിനുൽ ഖംർ, കള്ള് കുടിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ ഓവുചാലുകളിൽ വീണ് പരിസരം മറന്ന് അങ്ങനെ ജീവിക്കുന്ന മുഴുക്കുടിയനായ ഒരു വ്യക്തി, അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. റസൂലുള്ള പറഞ്ഞു, വൽ ആഖ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, മാതാപിതാക്കളെ വാക്കുകൾ കൊണ്ട്, ശരീരം കൊണ്ട്, ശരീരഭാഷകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. മൂന്നാമത് പ്രവാചക തിരുമേനി എണ്ണിയത് ഇങ്ങനെയാണ്, വദ്ദയ്യൂസ്, ദയ്യൂസിനും സ്വർഗം നിഷിദ്ധമാണ്. സ്വർഗം നിഷിദ്ധമാണ്. എന്താ ദയ്യൂസ് എന്ന സഹാബികളുടെ ചോദ്യത്തിന് റസൂലുള്ള പറഞ്ഞ മറുപടി, അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖുബ്സ് എന്നാണ്. കുടുംബത്തിൽ, വീട്ടിനകത്ത് അനിസ്ലാമികതകൾ കടന്നു വരുമ്പോൾ അതിന് പച്ചക്കൊടി കാണിക്കുന്ന, അതിന് എല്ലാ തരത്തിലുള്ള സമ്മതവും കൊടുക്കുന്ന കുടുംബനാഥന്മാരും കുടുംബനാഥകളുമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തെ അനിസ്ലാമികതകളിലേക്ക് തള്ളിവിടാനും പാടില്ല. എന്നാൽ അത്തരം ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് കുടുംബം ചിന്തിക്കുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് മറികടക്കണം എന്ന ചിന്തയും നമ്മുടെ മേൽ അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ അവസാനം പറഞ്ഞ കാര്യം തീർച്ചയായും നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെല്ലാം അനിസ്ലാമികതകൾ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, കേവലം ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെയൊക്കെ കുട്ടികൾ ഉണ്ടായിരിക്കുന്ന അച്ചടക്ക നടപടികൾ എല്ലാം അതിന്റെ ഭാഗമാണ്. മുളയിലെ നുള്ളേണ്ട പലതും ചികിത്സിക്കാത്തതിന്റെ ഫലമായിട്ട് അത് വേര് പിടിച്ച് അത് വലിയ തടിയായി, മരമായി അതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പോ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആ ദുശ്ശീലങ്ങൾ എത്തിയിട്ടുണ്ട്. കുട്ടികളിൽ കാണുന്ന ചീത്തവിളികൾ തമാശയായിട്ടാണ് ആദ്യം നമ്മൾ കാണുക. നിങ്ങൾ നാലോചൊക്ക്, ചീത്തവിളികൾ എന്ന് പറയുന്നത്, അസഭ്യം പറയുക എന്നുള്ളത് സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ ധാരാളമായിട്ട് ഇപ്പോൾ കൺവേ ചെയ്യപ്പെടുന്ന ഒരു ആശയമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്താണ് എന്നത് പോലും കുട്ടികൾക്ക് തിരിച്ചറിവില്ല. ജന്തുക്കളുടെയൊക്കെ പേരുകൾ വെച്ച് കുട്ടികൾ പരസ്പരം സംബോധന ചെയ്യുന്ന രീതി കാണുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നെഞ്ചി പിളർന്നു പോവുകയാണ്. അത്രമാത്രം വൃത്തികേടുകൾ സംസാരിക്കുന്നു. അതൊരു പ്രശ്നമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അത് നമ്മൾ തിരുത്തണ്ടേ? ഓരോ വീടുകളും യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ചാനലുകളിലൂടെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, വീട്ടിനകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങൾ വീട്ടിന്റെ പുറത്തേക്ക് ഇങ്ങനെ ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സഹോദരങ്ങൾ മാറി മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ രംഗത്തൊക്കെ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തി ഈ അടുത്ത സമയത്ത് ഒരാള് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇയാളെ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, അദ്ദേഹവും ഭാര്യയും കൂടി ഇപ്പോൾ ചാനലിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്ന പരിപാടിയാണ്. വ്ളോഗ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോ. മക്കളെ ഉൾപ്പെടുത്തി, ഭാര്യ ഉൾപ്പെടുത്തി ആ വ്ളോഗ്, അതിനകത്ത് കുറെ വീഡിയോസുകൾ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭാര്യ മറ്റുള്ള സ്ത്രീകളുമായി, അർദ്ധനഗ്നകളായ സ്ത്രീകളുമായിട്ട് ഡാൻസ് ചെയ്യുന്നത് വരെ അതിലുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആളുകൾ ഇതുപോലെ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അത്തരത്തിലുള്ള പ്രവണതകൾ വളർന്നു വരാതിരിക്കാൻ നമ്മൾ മുളയിലേ നുള്ളണം. നമുക്കറിയാം, നാണം എന്ന വാക്ക് അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് നാണമില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇന്നിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തലമുറയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഭൗതികവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാല്, നാണം എന്നുള്ള വികാരത്തെ മനസ്സിൽ നിന്നും ആദ്യം എടുത്തു മാറ്റുക. അങ്ങനെ നാണമില്ലാത്തവരായി എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്ന് നോക്കൂ സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാകുന്നു. ആ ഗർഭിണിയാകുന്ന വാർത്ത അത് പുറം ലോകത്ത് ചാനലിലൂടെ, യൂട്യൂബിലൂടെ ആളുകളെ അറിയിക്കുന്ന അത്തരം പ്രവണതകൾ നോക്കൂ. മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പിന്നെ മുമ്പ് കാലത്തൊക്കെ പറയാറുണ്ടല്ലോ, വയറ് കാണൽ പരിപാടികൾ എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭകാലത്തെ ഫോട്ടോഷൂട്ടുകൾ വരെ വീഡിയോസുകളും മറ്റ് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ മുസ്ലിം കുടുംബത്തിലൊക്കെ വളർന്നു വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അതിൽ സംഭവിച്ചത്.
ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത എന്ന് റസൂൽ പറഞ്ഞല്ലോ. നാണമില്ലാത്ത ആളുകൾ വളർന്നു വരികയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെയാകാൻ പാടുള്ളതല്ല. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ്, ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയ ഒരു സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു അവസരം നൽകി എന്നുള്ളതാണ്. അതിലേറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭർതൃമതിയാകാനുള്ള അവസരം. ഒരു സ്ത്രീ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭാഗ്യം എന്ന് പറയാവുന്ന ഒരു അവസ്ഥ എന്താണ്? അവളൊരു സൗഭാഗ്യമുണ്ട് എന്ന് പറയാവുന്ന അവസ്ഥ ഒരു ഭർതൃമതിയാകുമ്പോഴാണ്. ആ ഭർതൃമതിയാകുന്നതോടുകൂടി ഒരു സ്ത്രീ ഉമ്മയായി മാറുന്നു, ഒരു സ്ത്രീ ഭാര്യയായി മാറുന്നു, ഒരു നല്ലൊരു മരുമകളായി മാറുന്നു. അങ്ങനെയുള്ള കുറെ അവസ്ഥകളിലൂടെ ഒരു സ്ത്രീ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭർതൃമതിയായി നിൽക്കുന്ന ഒരു സ്ഥാനം ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുമ്പോൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. ഒരു വീട്ടിൽ ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഭർത്താവിന് മാത്രമാണ് എല്ലാ ഉത്തരവാദിത്വവും എന്ന് പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് കുറെ കടമകളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അവർക്ക് കുറെ അവകാശങ്ങളും ഇസ്ലാം പഠിപ്പിച്ചു. അതോടൊപ്പം അവർ പാലിക്കേണ്ടുന്ന കുറെ കടമകളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലൊന്നാണ് വൽ മർഅതു റാഇയത്തുൻ. ഒരു സ്ത്രീ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഉത്തരവാദിത്വ ബോധമുള്ളവളാണ്. എവിടെയാണ് ഉത്തരവാദിത്വ ബോധമുള്ളത്? തന്റെ ഭർത്താവിന്റെ വീട്ടിൽ, തന്റെ മക്കളുടെ പഠനത്തിന്റെ വിഷയത്തിൽ, അവരെ വളർത്തുന്ന വിഷയത്തിൽ, അവരെ നമസ്കരിപ്പിക്കുന്ന വിഷയത്തിൽ, അവരെ ചിട്ടയായി വളർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിൽ ഒരു ഉമ്മയുടെ റോള് ലോകത്ത് ആർക്കും നിർവഹിക്കാൻ കഴിയില്ല. ആ റോള് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നിർവഹിക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നത് മാത്രമല്ല സഹോദരങ്ങളെ, കുറെ കാര്യങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ നാടുകളിൽ മിക്കവാറും കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ആശ്വാസകരമല്ലാത്ത പല പ്രവണതകൾക്കും പിന്നിൽ ഉമ്മമാരുടെ, സ്ത്രീകളുടെ പങ്ക് അതിലുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, വേഷവിധാനത്തിന്റെ വിഷയം. നമ്മുടെ നാടുകളിൽ നിന്ന് അനിസ്ലാമിക വേഷം അത് കൊടികുത്തി വാഴുകയാണ്. എല്ലായിടത്തും അനിസ്ലാമികമായ വേഷങ്ങളാണ്. ഇസ്ലാം പഠിപ്പിച്ച വേഷത്തിന്റെ ഒരു പക്വതയുണ്ട്. വേഷത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കൃത്യമായ ഒരു റൂട്ട്, ആ റൂട്ടിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നു. പാന്റും ഷർട്ടും ധരിച്ചു വരുന്ന ആളുകൾ, പെൺകുട്ടികളെ കുറിച്ച് പറയുകയാണ്. പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന, അതോടൊപ്പം തന്നെ ശരീരം വളർന്ന ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ വളർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ ധരിപ്പിച്ച് സ്കൂളിലേക്ക് വിടുന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, ആ ഉമ്മമാരോട് പറയുകയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, അതായത് സ്വന്തം കുടുംബത്തിൽ അനിസ്ലാമികതകൾക്ക് പച്ചക്കൊടി കാണിക്കുന്ന അത്തരത്തിലുള്ള ദയ്യൂസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നതാണ്. കുടുംബത്തെ കൂട്ടിക്കൊടുക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേഷത്തിന്റെ കാര്യത്തിൽ റസൂലുള്ള പറഞ്ഞു, ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹും റസൂലും ശപിച്ചിരിക്കുന്നു എന്നാണ്. ഈ ശാപങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയില്ല, ബറക്കത്തുണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് കുട്ടികളെ അത്തരം വേഷങ്ങൾ ധരിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പടച്ചറപ്പിന്റെ മുമ്പിൽ കണക്ക് പറഞ്ഞേ മതിയാകൂ. അതുപോലെ ഉയർന്നു വരുന്ന അത്തരത്തിലുള്ള ചിന്താഗതികളുടെ ഭാഗമാണ് ലിപ്സ്റ്റിക്കുകളൊക്കെ പുരട്ടി മുഖത്ത് മുഴുവനും പിന്നെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് അവിടെയും ഇവിടെയും ഒക്കെ ചുവപ്പിച്ച് അങ്ങനെ നടക്കുന്ന പ്രവണതകൾ കുഞ്ഞുങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് അത് വളർന്നു വരുന്നു. പല കുട്ടികൾക്കും അത് മാറ്റാൻ പറ്റാത്ത രൂപത്തിലേക്ക് ആ ദുശീലം അവരുടെ ഉള്ളിൽ അത് പടർന്നു പിടിച്ചു, മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ ഞാനും ഷമീർ മദീനി പോലെയുള്ള ആളുകൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് കുട്ടികൾ ആ ഒരു തലമുറയിൽപ്പെട്ടവരെയാണ് ഈ ഉള്ളവരെ പഠിപ്പിക്കാനുള്ളത്. ഈ തലമുറയിൽപ്പെട്ട, അതായത് 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സ് അല്ലെങ്കിൽ 9, 8 ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഇത്തരം കുട്ടികൾക്കിടയിൽ പോലും ഈ പ്രവണതകൾ ധാരാളമാണ്. ഈ വേഷത്തിന്റെ കാര്യത്തിലും ഇതുപോലെ ചുണ്ട് ചുവപ്പിക്കുന്ന കാര്യത്തിലും കുട്ടികളൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ ചുവപ്പിച്ച് വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്താ ഇട്ടതെന്നാ? ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഞങ്ങൾ ലിപ്ബാമേ ഇട്ടിട്ടുള്ളൂ എന്നാ പറയാം. ലിപ്ബാമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചാല്, ഇത് ലിപ്ബാം എന്ന് പറഞ്ഞാലും ഇത് ചുവന്ന കളറിലും വരും, അതേപോലെ ഇതൊന്നും കളറില്ലാത്ത രൂപത്തിലും വരും. ഇത് ചുവന്ന കളർ തന്നെ തെരഞ്ഞെടുത്ത് അത് തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹം
ആ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. മനസ്സിലായില്ലേ സഹോദരങ്ങളെ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ അവരുടെ സൗന്ദര്യങ്ങൾ മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാനുള്ളതല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ പ്രവണതകളിൽ നിന്ന് പിന്തിരിപ്പിക്കണം, ഉപദേശിച്ച് നന്നാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം കുടുംബം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു മുസ്ലിം വ്യക്തി എന്ന് പറയുന്ന ആ ഒരു ഇസ്സത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവണതകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളോട് പറയുന്നത്, നമ്മുടെ മക്കളെയൊക്കെ നമസ്കാരം ശീലിപ്പിക്കാറുണ്ടോ? നമസ്കാരം ശീലിപ്പിക്കാറുണ്ടോ? പോട്ടെ, നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നമ്മുടെ കുട്ടികളെ നാം ഉപദേശിക്കുമ്പോൾ ആ ഉപദേശിക്കുവാൻ നമുക്ക് അർഹതയുണ്ടോ എന്നത് നാം സ്വയം ചോദിക്കണം. നമുക്കറിയാം, നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്, വ്യക്തിബാധ്യതയാണ്. ആ വ്യക്തിബാധ്യത ഉമ്മമാരെ, സഹോദരിമാരെ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ഞാനത് പറയാൻ കാരണം, നമ്മുടെ കുട്ടികളിൽ പലരും സ്കൂളുകളിലൊക്കെ കടന്നു വരുമ്പോൾ അവർ നമസ്കരിക്കാറില്ല. അപ്പൊ പറയാൻ ഒരു ന്യായമുണ്ട്, അവിടെ നമസ്കരിക്കാൻ എവിടെയാ സൗകര്യം? സ്കൂളുകളിൽ അത്തരം സൗകര്യങ്ങളില്ലല്ലോ എന്നാണ്. സഹോദരങ്ങളെ, ആ ന്യായമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ എന്ത് ന്യായം പറയാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്കൂളിൽ പോയതുകൊണ്ടാണ് നമസ്കരിക്കാത്തതെന്ന് മാറിയെന്ന് കുഴപ്പമില്ല എന്ന് പറയുമോ? അതൊരു ന്യായമല്ല. സ്കൂളുകളിൽ പ്രത്യേകിച്ചൊക്കെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന അത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമസ്കരിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ രക്ഷിതാക്കളായ നമ്മൾ പറയണം. എന്താ നമുക്കതിന് തടസ്സം? ഒഴിഞ്ഞ കോടുകളിൽ, അതേപോലെയുള്ള അത്തരത്തിലുള്ള ക്ലാസ് റൂമുകളിൽ നമസ്കരിക്കാൻ നമുക്ക് തടസ്സങ്ങളില്ല. വെറും ഭൗതികമായ നിലവാരങ്ങൾ മാത്രം നോക്കി സ്കൂളുകൾ തിരഞ്ഞു നോക്കി പോകരുത്. കുട്ടികൾക്ക് ആത്മീയമായി വളരാനുള്ള, ധാർമ്മികമായി വളരാനുള്ള അന്തരീക്ഷം കൂടി നമ്മൾ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. 7 വയസ്സാകുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി കുട്ടികളോട് നിങ്ങൾ കൽപ്പിക്കണം, പറഞ്ഞു തുടങ്ങണം, ശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും അതൊരു ശീലമായി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവരെ ചെറിയ രൂപത്തിൽ നിങ്ങൾ അടിക്കണം എന്നാണ്. ചെറിയ രൂപത്തിൽ നിങ്ങൾ അടിക്കണം. വേറൊരു കാര്യത്തിനും അടിക്കണം എന്നൊരു വാക്ക് പ്രവാചകൻ പ്രയോഗിച്ചിട്ടില്ല. എന്തേ നമ്മൾ ശീലിപ്പിക്കാത്തൊരു? മദ്രസയിൽ രാവിലെ തുടങ്ങുന്ന ഒരു മദ്രസയിൽ, ആ മദ്രസയിൽ കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് കുട്ടികളോട് ചോദിക്കണം, ഇന്ന് സുബൈക്ക് നമസ്കരിച്ചവർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും അത് മറുപടി പറയാം. ബാക്കിയുള്ള കുട്ടികൾ സുബൈക്ക് നിസ്കരിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ നേരെ മദ്രസയിൽ വരുന്നവരുണ്ട്. അങ്ങനെ 8 മണിക്ക് 9 മണിക്കൊക്കെ നമ്മുടെ പള്ളികളിൽ കൊണ്ടുവന്ന് കുട്ടികളെ നമസ്കരിപ്പിക്കേണ്ടുന്ന അവസ്ഥയുണ്ട്, സുബൈ നമസ്കരിപ്പിക്കേണ്ടുന്ന അവസ്ഥ. ഇതാരാണ് ശീലിപ്പിക്കേണ്ടത്? ഇതാരാണ് ശീലിപ്പിക്കേണ്ടത്? സഹോദരങ്ങളെ, നമ്മുടെ വീട് നിന്ന് കത്തുകയാണെങ്കിൽ ആ നിന്ന് കത്തുന്ന വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ രക്ഷപ്പെടുത്തില്ലേ? അതുപോലെ അതിനേക്കാളും ഗൗരവമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ നരകത്തിലേക്ക് അതിന്റെ വർഗ്ഗകൊള്ളിയായി മാറുന്ന അവസ്ഥയുണ്ടാവുന്നത്? ആ ഒരു ബോധം എന്താണ് നമ്മളിൽ ഉണ്ടാകാത്തത്? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എന്റെ സംസാരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, മക്കളെ, നമസ്കരിക്കുകയെന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ആയിട്ട്, ഒരു അസ്വസ്ഥതയായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. അതൊരു നന്മയാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അൽഅഹദുല്ലദീ ബൈനനാ വബൈനഹു അസ്സലാ. ഒരു മനുഷ്യൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവനും അതേപോലെ സത്യനിഷേധത്തിനും ഇടയിലുള്ള വ്യക്തമായ അന്തരമാണ് നമസ്കാരം എന്നുള്ളത്. ഫമൻ തറക്കഹാ ഫഖദ് കഫറ. നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ്, അവൻ സത്യനിഷേധിയാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മഹാനായ പ്രവാചകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം തന്റെ മക്കളെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ഒരു പ്രവാചകന്റെ യോഗ്യതയായി അള്ളാഹു എടുത്തു പറഞ്ഞു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് അള്ളാഹ് പറയാണ്, വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈല. വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ കുറിച്ച് പരാമർശിച്ച ഭാഗം പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന്റെ നന്മകൾ കുറിച്ചാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. മക്കളോട്, ഭാര്യയോടൊക്കെ നമസ്കരിച്ചോ ഇല്ലേ എന്ന് ചോദിക്കുന്ന വ്യക്തിയായിരുന്നു, കൽപ്പിക്കുമായിരുന്നു എന്ന്. കുട്ടികൾ ഒരല്പം വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമസ്കരിച്ചോ ഇല്ലേ നമുക്ക് ചോദിക്കാൻ തന്നെ നമുക്ക് നാവ് പൊങ്ങുകയില്ല. എന്നാൽ ഒരു പ്രവാചകന്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ
ആയത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശത്തിൽ കാണാം, യാ ബുനയ്യ, പൊന്നു മോനെ, അഖിമിസ്സലാ, നമസ്കാരം നിലനിർത്തണം. നമ്മൾ മക്കളോട് പറയാറുണ്ടോ? ഗൗരവത്തിൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി പറയാറുണ്ടോ? നമ്മൾ ആ കാര്യത്തിൽ സഹോദരങ്ങളെ കൃത്യനിഷ്ഠ പാലിക്കാറുണ്ടോ? നമസ്കാരത്തിന്റെ സമയം കൃത്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അതിന്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയും നമ്മുടെ മക്കൾ ആ തെറ്റായ സന്ദേശം മനസ്സിലാക്കി അവർ നമസ്കരിക്കാതിരിക്കുകയോ നേരം തെറ്റി നമസ്കരിക്കുകയോ ചെയ്യുന്ന പ്രവണതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് കുടുംബം എന്നുള്ളത് കൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആദർശപരമായിട്ടുള്ളൊരു ബോധം നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും നമുക്കും ഉണ്ടാക്കിയെടുക്കണം. നേരത്തെ ഷമീർ മദീനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആദർശപരമായ ഒരു ബോധം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? പ്രവാചകന്മാർ അവരുടെ മക്കളെ വിളിച്ച് ഉപദേശിക്കുമായിരുന്നു, മക്കളെ, ഞാനങ്ങ് മരിച്ചു പോയാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന്. മക്കൾ പറയുകയാണ്, പിതാവേ, നിങ്ങളുടെ പ്രപിതാക്കന്മാരായ അമ്പിയാക്കന്മാരുടെ ആദർശം ഏതാണോ അതിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുക എന്ന്. സഹോദരങ്ങളെ, ആ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ മക്കളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്താ തൗഹീദ്, അല്ലേ? എന്താ തൗഹീദ്? ഈ ജിന്ന് വിവാദം ഉണ്ടായി, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അറിയോ ഈ ജിന്ന് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മളെ കൂടെ അവരങ്ങനെ വരുന്നു എന്നല്ലാതെ നമ്മുടെ ഏതൊരു ആദർശത്തിലാണ്, നമ്മുടെ പണ്ഡിതന്മാർ ആരൊക്കെയാണ് എന്ന് നമ്മുടെ മക്കൾക്കറിയും. ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മണ്ഡലം സമ്മേളനമാണ്. അതുകൊണ്ട് ഏറെക്കുറെ എല്ലാവരും നമ്മളിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് അറിയാമോ നമ്മുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ ആരൊക്കെയാണ്? അതിന് അവരറിയുന്നത് അല്ല, അവർ നമ്മളില്ലാത്ത സമയത്ത് ആരുടെ പ്രസംഗങ്ങളാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടി അറിയണ്ടേ? ആരുടെയെങ്കിലും ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് അങ്ങനെ നമ്മുടെ കൂടെ കഴിയുന്നവരാണ് എന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആദർശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിന് കൃത്യമായ ഒരു സമയവും മറ്റുമൊക്കെ നമ്മൾ ഇത് കണക്കാക്കണം. പറയേണ്ട സമയങ്ങൾ, അത് തിരുത്തി കൊടുക്കേണ്ട സമയങ്ങളിൽ ഇതൊക്കെ തിരുത്തി കൊടുക്കണം. എന്റെ ഉമ്മമാരോട് പറയുകയാണ്, ജീവിതം എന്നുള്ളതൊരു പരീക്ഷണമാണ്. പല ഉമ്മമാരും മനസ്സിലാക്കിയിട്ടുള്ളത് മക്കൾ എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ്. അവരുടെയൊക്കെ രീതികൾ കണ്ടാൽ മനസ്സിലാവുക. സഹോദരങ്ങളെ നോക്കൂ, ഇസ്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പോലും ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പോ ഹംദും സ്വലാത്തും ഒക്കെ കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തുന്നതും സ്വലാത്തും കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരുടെ വിഷയമാണ്? നമ്മൾ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ആദ്യം പറയേണ്ടത് അവനവന്റെ വിഷയം, അല്ലേ? അവനവന്റെ വിഷയമാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയേണ്ടത്. പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവനവന്റെ വിഷയം പറയണം. മാതാപിതാക്കളുടെ വിഷയം പറയണം. മാതാപിതാക്കളെ കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അവനവന് വേണ്ടി ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചോനെ, എനിക്ക് സ്വർഗം തരണേ, എനിക്ക് നരകം, അല്ലാഹുവേ നീ എനിക്ക് നരകം തരല്ലേ, അതിലേക്ക് പോകാൻ ഇടവരുത്തല്ലേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ. അതൊക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം ഖൂ അൻഫുസക്കും എന്നാ പറഞ്ഞേ, ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ തടി കാക്കണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനൊക്കെ പറയുമ്പോഴും പല രക്ഷിതാക്കളും മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണല്ലോ മക്കൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ജീവിതം തകർന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്നത്. ഇതൊക്കെ ഒരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് ഒരുപാട് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണ്. നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ, അവർ മരിച്ചു പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് അത്തരമൊരു സംഭവം ഉണ്ടായാൽ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കേണ്ടത്? ചില ആളുകളൊക്കെ എന്താ ചെയ്യുന്നറിയോ? ആത്മഹത്യ ചെയ്ത് കളയും. മുസ്ലിം കുടുംബത്തിലുള്ള കാര്യം പറയാൻ ആത്മഹത്യ ചെയ്തവർ വരെയുണ്ട്. മക്കൾക്ക് അപകടം സംഭവിച്ച വാർത്ത കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു പോയാൽ അതിൽ ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന്റെ അവസ്ഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് ചെയ്യില്ല. ഒരിക്കലും സഹോദരങ്ങളെ, ഒരു പ്രത്യാഘാതത്തിന്റെ, ഒരു ദുരന്തത്തിന്റെ, ഒരു പരീക്ഷണത്തിന്റെ വാർത്ത കേൾക്കുമ്പോഴേക്കും അന്ധരായി പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. തൗഹീദ് സ്വീകരിച്ചവർക്ക് ഉണ്ടാവരുത്.
പിന്നെന്തിനാണ് തവക്കുൽ എന്ന് പറയുന്നത്? ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞ ഒരു സംഭവമാണ്, ആധികാരികമാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. തിരുവനന്തപുരത്ത് ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തത് മകന്റെ മരണത്തെ തുടർന്നാണ്. കരുനാഗപ്പള്ളിയിൽ ഒരു ഡോക്ടർ മരിച്ചത്, ഒരു വനിതാ ഡോക്ടർ മരിച്ചത്, അവർ കായംകുളത്ത് കാര്യമായിട്ടുള്ള ഒരു ഡോക്ടർ, പ്രസിദ്ധയായ ഒരു ഡോക്ടർ മരിച്ചത് മകൻ കാനഡയിൽ മരിച്ച വാർത്ത സഹിക്കാൻ കഴിയാതെ 2-3 ദിവസം കഴിഞ്ഞ് അവർ ആത്മഹത്യ ചെയ്തു എന്നാണ്. തിരുവനന്തപുരത്തെ ടീച്ചറുടെ കാര്യം, ഒരു നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗവൺമെന്റ് LP സ്കൂളിലെ പ്രിയപ്പെട്ട ടീച്ചർ ഈ കഴിഞ്ഞതല്ല, അതിന്റെ മുന്നത്തെ ടീച്ചേഴ്സ് ഡേക്ക് ഉള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നത് അവരുടെ മകൻ വയനാട് വെറ്റിനറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൻ അവിടെ നടന്നൊരു ആക്സിഡന്റിൽ മരിച്ചു എന്ന വാർത്തയാണ്. അപ്പൊ ഭർത്താവ് ഇതറിഞ്ഞിട്ട് ടീച്ചറായ തന്റെ ഭാര്യ ആ വിവരം ഒന്ന് മറച്ചു വെച്ച് അവരെ തൽക്കാലം അവിടുന്ന് തന്റെ ഭാര്യയുടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളവൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകണം, മോന് അപകടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇപ്പൊ എന്തായാലും കുടുംബ വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ ഭാര്യയെ ആക്കിയിട്ട് അദ്ദേഹം മകന്റെ ബോഡി വാങ്ങാൻ വേണ്ടി വയനാടുള്ള വെറ്റിനറി കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ കഴക്കൂട്ടത്തുള്ള കുടുംബ വീട്ടിലാക്കിയിട്ട് രാത്രി 1:30 ആയപ്പോൾ, രാത്രി 1:30 ഇവർക്ക് ഉറക്കം വരുന്നില്ല, 1:30 സമയത്ത് ഈ വാർത്ത അവരറിയാതിരിക്കാൻ കുടുംബക്കാർ പല നിലയ്ക്കും ശ്രമിച്ചിങ്ങനെ നിൽക്കുകയാണ്. രാത്രി 1:30 ആയപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വാർത്ത വന്നു. ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് എന്താണ്? മകന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു അനുശോചന കുറിപ്പ്, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് മോന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു പോസ്റ്റ് കണ്ടപ്പോ ഞെട്ടിത്തരിച്ചു പോയി. അവർ പത്രത്തിൽ അങ്ങനെയാ കൊടുത്തിരിക്കും. 1:30 അവരവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് നേരെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു കിണറ്റിലേക്ക് അവരെടുത്ത് ചാടി. എന്നാൽ ഒരു മകൾ അവർക്കുണ്ട്, ഒരു ഭർത്താവ് അവർക്കുണ്ട് എന്നുള്ള ബോധം അവരുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നില്ല. അതൊരു മുസ്ലിം കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, അല്ലാതെ ഏതെങ്കിലും മറ്റു സമുദായത്തിലെ ആളുകളെ കുറിച്ചല്ല. ആരാണെങ്കിലും ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമല്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഈ ഉമ്മ നാളെ പരലോകത്ത് വരികയാണ്. ഈ ഉമ്മ എവിടെ ആയിരിക്കും അവരുടെ സ്ഥാനം? സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്തവർ നരകത്തിലാണെന്ന് നമുക്കറിയാം. റബ്ബിന്റെ കാരുണ്യം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകന്റെ സ്ഥാനം എവിടെ ആയിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ മകൻ കുറച്ച് ആദർശബോധവും കാര്യങ്ങളും ഒക്കെ ഉള്ള, നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മകനാണെങ്കിൽ, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ രക്തസാക്ഷിത്വം എന്ന പദവി കിട്ടാനുള്ള ഒരു വകുപ്പാണ് ആക്സിഡന്റ്, അല്ലേ? സംശയമില്ലല്ലോ. ഈ മകൻ രക്തസാക്ഷിയായി പരലോകത്ത് ഈ മകനെ കൊണ്ടുവരിക എന്ന് വിചാരിക്കാം. ഈ മകന് വേണ്ടി ജീവിതം എറിഞ്ഞുടച്ച ഈ ഉമ്മയ്ക്ക് എന്തായിരിക്കും പരലോകത്ത് ഉണ്ടാവുക? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണിച്ച അബദ്ധം, അതിന്റെ വലിപ്പം എത്രയാണ്? ഇതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്ടറും കാനഡയിൽ പഠിക്കുന്ന മകൻ ഫുഡ് പോയിസൺ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി, തുടർന്ന് മരിച്ച വിവരം നാട്ടിൽ അറിയിക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദുഃഖം താങ്ങാനാകാതെ ആ പ്രശസ്തയായ ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. ഈ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്റെ അടുക്കൽ ഒരു സഹോദരി വരികയാണ്. ഒരു സഹോദരി വന്നിട്ട് തന്റെ മകനെ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകരെ, ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇതിനു മുമ്പ് പിറന്ന 3 കുട്ടികളെയും മരിച്ചുപോയി, ഞാനാണ് അവരെ അടക്കിയത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ആ സഹോദരി പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദഫൻതി സലാസ, 3 പേരെയും നീയാണോ അടക്കിയത്? നീയാണോ അവരെ എല്ലാവരെയും മറവ് ചെയ്തത്? റസൂലുള്ളാഹി പറയാണ്. അപ്പൊ ആ സ്ത്രീ പറയാണ്, അതേ നബിയെ, 3 കുട്ടികളും മരിച്ചു, 4ാമത്തേതാണ്, ഇതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, അങ്ങനെയെങ്കിൽ ആ മരിച്ചുപോയ 3 കുട്ടികളും നാളെ സ്വർഗത്തിൽ നരകത്തിൽ നിനക്ക് ശക്തമായ ഒരു പരിചയായിരിക്കുന്നതാണ്. നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ശക്തമായ വേലിക്കെട്ടായിരിക്കും ആ 3 കുട്ടികളും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർഭപാത്രത്തിൽ വെച്ചോ, പ്രസവിക്കുന്ന വഴിയിലോ, അതല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമോ ഒരു കുഞ്ഞു മരിച്ചു പോയാൽ എന്താണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? നാളെ പരലോകത്ത് വെച്ച് ആ മാതാവിന്റെ പൊക്കിൾ കുടിയുമായി ആ കുഞ്ഞ് കടന്നു വന്ന് ആ മാതാവിന്റെ പൊക്കിൾ കുടിയിൽ വലിച്ച് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറും ഭൗതികമായ കണ്ണിൽ മാത്രം മക്കളാണ് ജീവിതം എന്ന ആ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
അത് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആദർശം നമ്മുടെ സഹോദരിമാര് ശരിക്കും മനസ്സിലാക്കണം. എപ്പോഴാണ് ആദർശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് ചോദിച്ചാല് ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഇത് വർക്കൗട്ട് ആവേണ്ടത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ നോർമൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്തോ അതാണ് ആദർശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സ്നേഹം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അകത്ത് വെച്ച് പുഴുത്തു പോകേണ്ടതല്ല. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. മക്കളുടെ മുമ്പിൽ ചിരിക്കുന്നത് കൊണ്ട് ഒരു വാപ്പയും തോറ്റുപോയിട്ടില്ല. മക്കളുടെ മുമ്പിൽ ചിരിക്കുന്നത് കൊണ്ട് ഒരു ഉമ്മയും തോറ്റുപോയിട്ടില്ല. അവരൊക്കെ വിജയിച്ച ചരിത്രമേ ഉള്ളൂ. സ്നേഹത്തോടെ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സ്നേഹത്തോടെ അവരെ ലാളിച്ചും അവരെ നല്ലതുപോലെ നോക്കിയും എന്നാൽ തിരുത്തേണ്ടുന്ന സമയങ്ങളിൽ അവരെ തിരുത്തിയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഞാൻ ആദ്യം ഓതി വെച്ച സൂറത്ത് തൂറിൽ പറഞ്ഞതുപോലെ വഅഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ, ഒടുവിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ദുനിയാവിൽ വെച്ച് പരസ്പരം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചവരുമായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു നമുക്ക് ഈ സ്വർഗം തന്നത് എന്ന് നമ്മോട് പറയുന്ന ഒരവസ്ഥാവിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അധ്വാനിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ പരമകാരുണികനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആക്സിഡന്റ്, അപകട മരണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദാരുണമായ അന്ത്യങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഭരണാധികാരികളുടെ ക്രൂരമായ നടപടിക്രമങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബത്തെയും, നാം സ്നേഹിക്കുന്നവരെയും, നമ്മുടെ രാജ്യത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എല്ലാ സദസ്സുകളിലും പറയാറുള്ളത് ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ദിവസം ഒരു നേരമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏക ഉപകാരം അത് മാത്രമേ ഉള്ളൂ. മറ്റൊന്നും സഹോദരങ്ങളെ നമുക്ക് കഴിയില്ല. നിങ്ങൾ യൂട്യൂബിൽ ഫലസ്തീനികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഇസ്രയേലിന്റെ കരാള ഹസ്തങ്ങൾക്കെതിരെ ഒരു പ്രാർത്ഥന ഇട്ട യൂട്യൂബ് ആ നിമിഷം നിങ്ങളുടെ കമന്റ് എടുത്തു മാറ്റും. മനസ്സിലായില്ലേ? ആ നിമിഷം യൂട്യൂബ് എടുത്തു മാറ്റും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ എടുത്ത് അതിന്റെ അതോറിറ്റികൾ എടുത്തു മാറ്റും. പക്ഷേ ഡിലീറ്റ് ചെയ്യാനാകാത്ത ഒന്ന് നമ്മൾ നമ്മുടെ റബ്ബിനോട് നേരിട്ട് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അള്ളാഹിനോട് നമ്മൾ എപ്പോഴും പറയണം, പടച്ചോനെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം കൊടുക്കണേ റഹ്മാനെ. അവിടെ വിട പറഞ്ഞവർക്ക് നീ ഷഹാദത്ത് കൊടുക്കണേ റഹ്മാനെ. അവിടെ നിരാലംബരായ അവിടുത്തെ മാതാപിതാക്കൾക്ക്, അതുപോലെ അനാഥ അഗതികളായിട്ടുള്ള അവിടുത്തെ ബാല്യങ്ങൾക്ക്, വിധവകളായ അവിടുത്തെ സഹോദരിമാർക്ക്, ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബേ എല്ലാ നിലയ്ക്കും നീ അവർക്ക് പുരോഗതി കൊടുക്കണേ റഹ്മാനെ. ഇസ്രയേലിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അവരെ നീ മോചിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഇസ്രയേലിന്റെ ആയുധങ്ങളെയും അവരുടെ സാങ്കേതിക മികവുകളെയും അവരുടെ സൈനിക ശേഷിയെയും അവരുടെ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളെയും അല്ലാഹുവേ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് നൽകണമേ റഹ്മാനെ. ഈ രാജ്യത്ത് എല്ലാ നിലയ്ക്കും മാനുഷിക സൗഹാർദ്ദത്തോടെ വിവിധ മതങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ റഹ്മാനായ റബ്ബേ മാനുഷികമായ ബന്ധങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ റഹ്മാനായ റബ്ബേ, മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ചേർന്ന് നിൽക്കാൻ റഹ്മാനായ റബ്ബേ നീ ഞങ്ങളെ തുണയ്ക്കണമേ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി വസല്ലമ തസ്ലീമൻ കതീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.